ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ ഓണം ഔട്ട്ഫിറ്റിൻ്റെ സെക്കൻഡ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ സാരി കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ പട്ടുപാവാടയായി സ്റ്റൈൽ ചെയ്യാം എന്ന് നോക്കാം. പട്ടുപാവാടയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു 3 മീറ്റർ തുണി എടുത്തിട്ടുണ്ട് കേട്ടോ. മീൻസ് സാരി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, തലഭാഗമല്ല അല്ലാത്തത്. എന്നിട്ട് നമുക്ക് അതൊരു 60 ഇഞ്ചോളം വേണം. നമ്മുടെ വേസ്റ്റിൻ്റെ സൈസ് എത്രയാണോ അതിൻ്റെ 3 ഇരട്ടി. ഓക്കെ, ഇനി നമുക്കത് 4ആക്കി മടക്കിയിട്ടിട്ട് അടിയിൽ നിന്ന് നമുക്ക് മുകളിലേക്ക് ഇറക്കം അളന്നു കൊടുക്കാം. എനിക്കൊരു 43 ഇഞ്ചോളം വേണം. അപ്പം ഞാനിവിടെ ഒരു 40 മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ബാക്കി 3 ഇഞ്ച് ഞാൻ പട്ടയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ബാക്കി വന്ന പീസ് നമുക്ക് പട്ടയ്ക്ക് വേണ്ടി അറ്റാച്ച് ചെയ്യാം. ഓക്കെ, അത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കത് 1 ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്കത് ഫ്ലീറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്, അത് അളന്നെടുക്കണം. അപ്പോൾ ഫ്ലീറ്റ് എടുക്കാനായിട്ട് 1 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് 2 ഇഞ്ച് 2 ഇഞ്ചായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. മുഴുവനായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലീറ്റ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. മാർക്ക് ചെയ്തത് വിട്ടിട്ട് 2 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് ഉള്ളിലേക്ക് മടക്കി അപ്പുറത്തെ 2 ഇഞ്ചിലേക്ക് വെച്ച് കൊടുക്കാം. തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ പറയുമ്പോൾ എത്രമാത്രം മനസ്സിലുണ്ടാവുമെന്ന് എനിക്ക് അറിയുന്നില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് വെച്ച് കൊടുക്കേണ്ടതെന്ന്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഫ്ലീറ്റിൻ്റെ വീതി കുറവാണെങ്കിൽ ഒരു 1.5 ഇഞ്ചോ അല്ലെങ്കിൽ 1 ഇഞ്ചോ മാർക്ക് ചെയ്യാം. എനിക്ക് കുറച്ച് വീതി വേണം എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കേട്ടോ. അപ്പം നമുക്ക് ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നല്ല വശത്ത് വെച്ചിട്ട് വേണം കേട്ടോ ഫ്ലിറ്റ് മടക്കി കൊടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് അതിൻ്റെ മേലെ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അങ്ങ് അറ്റം വരെ. ഓക്കെ, ഇനി നമുക്ക് പട്ട വയ്ക്കാനായിട്ട് നോക്കാം. അവിടെ ഞാനൊരു 5.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. നീളം എന്ന് പറയുന്നത് ഒരു 20 ഇഞ്ചും എടുത്തിട്ടുണ്ട്. നമുക്ക് രണ്ടും കൂടിയിട്ട് അറ്റാച്ച് ചെയ്തെടുക്കണം. അതിന് നല്ല വശം, പട്ടയുടെ നല്ല വശം ആ പാവാടയുടെ നല്ല വശം കൂടിയിട്ട് വെച്ച് കൊടുത്തിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ പട്ട ഫ്രണ്ടിലേക്ക് വരണം എന്ന് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വെച്ചിട്ടുള്ളത്. ഇതുപോലെ വെച്ചിട്ട് നമുക്ക് മേലെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. എന്നിട്ട് കണ്ടോ, അപ്പം നമുക്കിതൊന്ന് മടക്കുമ്പോൾ നമ്മുടെ ആ പട്ടയുടെ ഭാഗം ഫ്രണ്ട് പോർഷനായിട്ട് വരും കേട്ടോ. പിന്നെ നമുക്ക് സൈഡൊന്ന് കൂട്ടി കൊടുക്കണം. അപ്പം നമുക്ക് അവിടെ നിന്ന് ഒരു 3 ഇഞ്ച് ആ പട്ടയുടെ അടിയിൽ നിന്ന് ഒരു 3 ഇഞ്ച് വിട്ടിട്ട് വേണം നമുക്ക് അങ്ങറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. അവിടെ നമുക്കൊരു സ്ലിറ്റ് പോലെ തയ്ക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഒരു 3 ഇഞ്ച് വിട്ടിരിക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് താഴെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് സൈഡൊന്ന് സ്ലിറ്റ് പോലെ നമ്മൾ ടോപ്പിനൊക്കെ സ്ലിറ്റ് അടിക്കില്ലേ, അതുപോലെ ഈ 2 സൈഡും സ്ലിറ്റ് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു തുണ്ട് മടക്കി ബാക്കിലോട്ട് മടക്കി വെച്ച് തയ്ക്കാം. നമുക്ക് പട്ട മടക്കി തയ്ക്കണമല്ലോ. ഓക്കെ, അതേപോലെ നമുക്ക് തയ്ച്ചെടുക്കാം. ഫുള്ള് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് വള്ളി വേണമെങ്കിൽ അതും ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടോ, നമ്മുടെ ഫൈനലായിട്ട് നമ്മുടെ പാവാട നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ബ്ലൗസിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യാം. അത് ഞാൻ ലൈനിങ്ങിലാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. 4ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിന് വേണ്ടിയിട്ട് വിങ്ത്ത് 3 ഇഞ്ചും ഇറക്കം ഒരു 6 ഇഞ്ചും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഇത്തിരി ഇറക്കം കൂടുതലുള്ള ബ്ലൗസായിട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് ഷോൾഡർ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. അവിടെ നിന്ന് താഴോട്ട് ഒരു 7 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അവിടെ നിന്ന് കൈക്കുഴി വരച്ചെടുക്കാം കേട്ടോ. നമ്മുടെ അളവിനൊരു ബ്ലൗസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുത്താലും മതി. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അളവ് പോലെ ഇങ്ങനെ വരച്ച് കൊടുക്കാം. ചെസ്റ്റിൻ്റെ അവിടെ എനിക്കൊരു 9 ഇഞ്ച് വേണം. അപ്പം ഞാനിവിടെ ഒരു 10-10.5 ഇഞ്ചോളം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോഡിയിൽ അവിടെ ഒരു 10 ഇഞ്ചോളം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലെങ്ത്ത് എന്ന് പറയുന്നത് ഒരു 18 ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ബ്ലൗസിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് അധികം ലെങ്ത്ത് ഇല്ല, ക്രോപ്പ് ടോപ്പ് പോലെയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പം നമുക്ക് നെക്ക് റൗണ്ട് ഷേപ്പാക്കി വരച്ച് കൊടുക്കാം കേട്ടോ. റൗണ്ട് ഷേപ്പ് തന്നെയാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ലെങ്ത്ത് അളന്ന് കൊടുത്തത് അതും കൂടെ വെട്ടിമാറ്റാം. ഇനി നമുക്ക് കൈക്കുഴി ആദ്യം മുറിച്ചെടുക്കാം. എന്നിട്ട് ബോഡി കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ടും ബാക്കും ഒന്ന് വേർതിരിച്ചെടുക്കണം കേട്ടോ. നമുക്ക് ഫ്രണ്ടിലാണ് 6 ഇഞ്ച് ഇറക്കും, ബാക്കിൽ നമുക്ക് 5 ഇഞ്ച് അത്ര ഇഞ്ച് എടുക്കണുള്ളൂ കേട്ടോ. ഫ്രണ്ടും ബാക്കും മാറ്റിയിട്ടിട്ട് വേണം നമ്മുടെ കഴുത്ത് വെട്ടാനായിട്ട് കേട്ടോ. അങ്ങനെ ഞാൻ കഴുത്ത് വെട്ടി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിൻ്റെ നെക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. വിങ്ത്ത് 3 ഇഞ്ചും ഇറക്കം ഒരു 5 ഇഞ്ചുമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതും റൗണ്ട് ഷേപ്പ് തന്നെയാണ് എടുക്കുന്നത്. എന്നിട്ട് നമുക്ക് അതും ഒന്ന്
കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടും ബാക്കും ഒന്ന് എഴുതി വെക്കട്ടോ, ഒന്ന് മാറിപ്പോവാതിരിക്കാനായിട്ട്. ഇനി നമുക്ക് നല്ല തുണിയിൽ വെച്ചിട്ട് അതൊന്ന് വെട്ടിയെടുക്കണം. ബാക്ക് പോർഷൻ വെച്ചിട്ടാണ് കേട്ടോ ആദ്യം വെട്ടുന്നത്. നമ്മൾ രണ്ടും കൂടി വെട്ടിയെടുക്കുകയാണ്. ബാക്കും ഫ്രണ്ടും പോലെ ബാക്കിൻ്റെ ഇത് വെച്ചിട്ടാണ് നമ്മൾ നല്ല തുണി വെട്ടിയെടുക്കുക. എന്നിട്ട് നമുക്ക് ബാക്ക് മാറ്റിയിട്ട് ഫ്രണ്ടിൻ്റെ പോർഷൻ എടുത്തിട്ട് അവിടെ നിന്ന് 1 ഇഞ്ച് വിട്ടിട്ട് അതിൻ്റെ കഴുത്ത് ഒന്ന് വെട്ടി മാറ്റിയാൽ മതി. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ് കേട്ടോ. അതാണ് ഇങ്ങനെ ചെയ്തത്. ഇനി നമുക്ക് രണ്ടും കൂടിയിട്ട് അറ്റാച്ച് ചെയ്തെടുക്കണം. നല്ല വശം ചേർത്ത് വെച്ചിട്ട് നമുക്ക് നെക്കിൻ്റെ ഭാഗം ഒന്ന് തയ്ച്ചു കൊടുക്കാം. കൈക്കുഴിയുടെ അവിടെ നിന്ന് അപ്പുറത്തെ കൈക്കുഴി വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കി നിൽക്കുന്ന തുണി ഒന്ന് വെട്ടിക്കളയാം കേട്ടോ. അത് നമുക്ക് ആവശ്യമില്ല, നമുക്ക് മടക്കി തയ്ക്കുമ്പോൾ അത് പെർഫെക്ഷൻ വരില്ല കേട്ടോ. അത് കാരണം കേട്ടോ വെട്ടിക്കളയണത്. ഇനി നമുക്ക് ചെറിയ കട്ട്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ മടക്കി തയ്ക്കുന്ന സമയത്ത് നമുക്കൊരു നെക്കിനൊരു പെർഫെക്ഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്കത് മടക്കി തയ്ച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമുക്ക് ബാക്ക് കഴുത്തും ബാക്ക് പോർഷനും നമുക്ക് ഇതുപോലെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് തയ്ച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി വരുന്ന തുണി വെട്ടിക്കളഞ്ഞിട്ട് ചെറിയ കട്ട്സ് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് രണ്ടും കൂടിയിട്ട് സ്റ്റിച്ച് ചെയ്യണം. ഷോൾഡർ കൂട്ടി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് തുണി ഞാൻ 4 മടക്കിയിട്ടിട്ടുണ്ട്. അവിടുന്ന് ഞാനൊരു ഇറക്കം ഒരു 11 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് പുഴക്കായിട്ട് ഒരു 10 ഇഞ്ചും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ ഒരു ഷേപ്പിൽ വരച്ച് കൊടുത്തിട്ട് നമുക്കതങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അത്ര പ്രൊഫഷണലായിട്ടൊന്നുമല്ല ഞാൻ ചെയ്യുന്നത്. എൻ്റെ രീതിക്ക് ഞാൻ സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ നോക്കുക അറിയില്ലേ, അതുപോലെയാണ് കേട്ടോ ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അറ്റാച്ച് ചെയ്യാം കേട്ടോ. സ്ലീവ് നമുക്ക് കൈക്കുഴിയുടെ അവിടെ വെച്ചിട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട് നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ വെച്ച് കൊടുക്കാം. നമ്മൾ കട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് സെൻറ്ററിൽ നോക്കിയിട്ട്. അപ്പോൾ നല്ല വശം ചേർത്ത് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഷോൾഡറിൻ്റെ അവിടെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 2 സ്ലീവും നമുക്കിതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് പാകമുള്ളൊരു ബ്ലൗസ് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഷേപ്പാക്കി കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇനി ഫൈനലായിട്ട് നമ്മുടെ ലുക്ക് ഇതേപോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ വന്ന് പറയണേ. ഞാൻ എത്ര സിമ്പിളാക്കി ചെയ്യാമോ അത്രയും സിമ്പിളായിട്ടാണ് ഞാൻ ഈ പട്ടുപാവാട സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു സ്റ്റിച്ചിങ് മാത്രം അറിഞ്ഞാൽ മതി. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഡു ദ സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. Thanks for watching.